ചെന്നിത്തല അന്ന് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ വന്ന ഈ കോടതി വിധി. രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം കൂടിയാണ് ശരിയായ, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. രമേശ് ചെന്നിത്തലയുടെ പോരാട്ട വീരൻ തന്നെയാണ് കോടതിയിൽ നമ്മൾ കണ്ടത്. കോവിഡ് കാലത്ത് കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ ഒരു വിഷയമായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉയർത്തിയ സ്പ്രിംഗ്ലർ അഴിമതി ആരോപണം. ഇന്ന് ആ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട നിർണായകമായ കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. സ്പ്രിംഗ്ലറിൽ ആദ്യമേ സ്വയം കീഴടങ്ങിയ സർക്കാർ കോടതി വിധിയെ വളച്ചൊടിക്കുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ചെന്നിത്തലയുടെ വാദങ്ങളെ എല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള ഹൈക്കോടതി സ്പ്രിംഗ്ലർ സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കിയിരിക്കുന്നത്. തീർപ്പാക്കി എന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ കാര്യങ്ങൾ ആർക്കും വളച്ചൊടിക്കാമെന്നതിന്റെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്ത അന്തിമ വിധിയെ വളച്ചൊടിച്ച് CPM തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിനെ വെല്ലുവിളിച്ച അല്ലെങ്കിൽ വെള്ളം കുടിപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു സ്പ്രിംഗ്ലർ അഴിമതി ആരോപണം. ആ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വലിയ കച്ചവട താല്പര്യമാണെന്ന് രമേശ് ചെന്നിത്തല പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുട്ടിലഴഞ്ഞ CPMനെ കേരളം കണ്ടതാണ്. എന്തായാലും രമേശ് ചെന്നിത്തല എന്ന ജനപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി നടത്തിയ ത്യാഗോജ്ജലമായ പോരാട്ടത്തിന്റെ, നിയമ പോരാട്ടത്തിന്റെയും തെരുവിൽ നടത്തിയ പോരാട്ടത്തിന്റെയും ബാക്കി പത്രമാണ് ഒടുവിൽ ആ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നത്. വിശദമായി പരിശോധിക്കാം. എന്താണ് കോടതി പറഞ്ഞത്? രമേശ് ചെന്നിത്തലയുടെ പോരാട്ടം വിജയം കണ്ടില്ലേ? PS സൗവർണികയാണ് കൂടെയുള്ളത്. അതായത് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആ കേസ് തീർപ്പാക്കിയെന്ന ഹൈക്കോടതിയുടെ നിർണായകമായ വിധി വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് എന്തൊക്കെയാണ് പറയാൻ കഴിയുക? അല്ല, നമുക്കറിയാം 6 വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് സ്പ്രിംഗ്ലർ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതും കേസുമായി മുന്നോട്ട് പോകുന്നതൊക്കെ. അന്ന് ഈ പറയുന്ന സർക്കാർ അടക്കം ഈ രമേശ് ചെന്നിത്തല പറയുന്നത് തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെറ്റായി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെന്നിത്തല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തല പറയുന്നതൊക്കെ തെറ്റായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ചെന്നിത്തല അന്ന് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ വന്ന ഈ കോടതി വിധി. ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന്. ഈ പറയുന്ന പോലെ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ അവർ വലിയ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ പേരിലല്ല, കോവിഡ് പോലെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോവിഡ് പോലെ ഒരു വലിയ ദുരന്തം കേരളത്തിൽ സംഭവിച്ചതിന്റെ പേരിൽ ആ ഒരു സമയത്ത് കിറ്റ് നൽകി, ഈ പറയുന്ന പോലെ കോവിഡ് വന്ന് എല്ലാവരും വീട്ടിലുള്ളിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണ് ഈ പറയുന്ന പോലെ സർക്കാർ ആ സമയത്ത് എടുത്ത നിലപാട്. സ്വാഭാവികമാണ്. ഇപ്പൊ ഈ UDF സർക്കാരാണ് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജനങ്ങൾ അങ്ങനെ ചിന്തിക്കൂ. ഈ സർക്കാരിന് തന്നെ കാര്യം ആ ഒരു സാഹചര്യം അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അത് സർക്കാർ തെറ്റാണെന്ന് പറയുമ്പോൾ പോലും ചെന്നിത്തല പറഞ്ഞതായിരുന്നു ശരി, ചെന്നിത്തല പറഞ്ഞതെല്ലാം എന്താണ് സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വിധി. ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരുന്നു വിധി എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിന് അനുകൂലം, അതിനെല്ലാം അപ്പുറം ജനങ്ങൾക്ക് അനുകൂലമായ വിധിയാണ് വന്നത്. എന്നിട്ട് പോലും ഇപ്പോഴും MV ഗോവിന്ദൻ ഈ പറയുന്ന പോലെ, അത് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയനെ പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല, MV ഗോവിന്ദൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം. കോടതി പറഞ്ഞ കാര്യങ്ങൾ പോലും അംഗീകരിക്കത്ത, പിന്നെ അത് ഈ പറയുന്ന LDFന്റെ ഒരു രീതിയാണല്ലോ, പരാജയപ്പെട്ടാൽ പരാജയം പോലും ഉൾക്കൊള്ളാത്ത പാർട്ടി, അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷെ ഈ 6 വർഷങ്ങൾക്കിപ്പുറം രമേശ് ചെന്നിത്തലയുടെ വിജയമാണിത്, UDFന്റെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ് ഈ വിധി എന്ന് പറയേണ്ടി വരും. തീർച്ചയായും യഥാർത്ഥത്തിൽ കേസിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധിയോ നിർദ്ദേശമോ ഉണ്ടാകുന്നതിന് വരും മുമ്പ് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സർക്കാർ സ്വമേധയാ തന്നെ സ്പ്രിംഗ്ലറുമായുള്ള കരാർ പിൻവലിച്ച് തടിയൂരുകയായിരുന്നു നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രമേശ് ചെന്നിത്തല എന്താണ് ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞു, സർക്കാർ പൂർണ്ണമായി പ്രതിരോധത്തിലാകുമെന്ന സാഹചര്യത്തിലായിരുന്നില്ലേ അത്? തീർച്ചയായും വിധിയുടെ അന്തസത്ത പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല പ്രധാനമായി ഉന്നയിച്ച പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു വിദേശ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിന്റെ അപകടം കോടതിക്ക് വ്യക്തമായി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം കേരളത്തിലെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിവരങ്ങളെല്ലാം ഒരു സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുക എന്നത് പറഞ്ഞാൽ ഈ രാജ്യത്തെ പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. രമേശ് ചെന്നിത്തല ഇത് കൃത്യമായി അക്കമിട്ട് കോടതിയിൽ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരാറിന്റെ ഫയൽ നീക്കത്തിൽ
റൂൾസ് ഓഫ് പ്രൊസീജിയർ, സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നിവയൊന്നും പാലിക്കപ്പെട്ടില്ല എന്നും നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടിയാലോചിച്ചില്ല എന്നതും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കരാർ സർക്കാർ തന്നെ റദ്ദാക്കിയതുകൊണ്ടും ശേഖരിച്ച ഡാറ്റ സ്പ്രിംഗ്ലർ നശിപ്പിച്ചതുകൊണ്ടും ഇനി കേസിന് പ്രസക്തിയില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞതോടെ സർക്കാർ ചെയ്തത് ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം കൂടിയാണ് ശരിയായ, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. 2020 ഈ കേസിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ വിവരങ്ങൾ എത്രമാത്രം വിലയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഇന്ന് ലോകത്തെ സാമ്പത്തിക വ്യവസായ മേഖലകളെ മാത്രമല്ല ഭരണകൂടങ്ങളെ വരെ നിശ്ചയിക്കും വിധം തീരുമാനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഡാറ്റ. അതായത് എന്റെയും നിങ്ങളുടെയും എല്ലാം വ്യക്തിഗത വിവരങ്ങൾ. ബിസിനസ്സുകാർ തങ്ങളുടെ ബിസിനസ് വളർത്താനും പുതിയ മേഖലകൾ തുടങ്ങാനും എല്ലാം ഉപയോഗിക്കുന്നത് അതാത് പ്രദേശത്തെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആളുകൾ എന്ത് കഴിക്കുന്നു, എന്ത് വാങ്ങുന്നു, എത്ര ചെലവഴിക്കുന്നു, എന്ത് കാണുന്നു എന്നെല്ലാം ഈ വിവരങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഇത് ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നതാവും നമുക്ക് അടുത്ത സംശയം ഉണ്ടാകാം. അവിടെയാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് സമയത്തുണ്ടായ സ്പ്രിംഗ്ലർ വിവാദത്തിന്റെ പ്രസക്തി വലുതാവുന്നത്. മുമ്പ് പറഞ്ഞ പോലെ വൻകിട കമ്പനികൾ സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പലപ്പോഴും ഏജൻസികളിൽ നിന്നാണ്. ഡാറ്റയുടെ എണ്ണവും കൃത്യവും വച്ച് വൻ തുകയാണ് ഇത്തരം കമ്പനികൾ ഏജൻസികൾക്ക് നൽകുകയും ചെയ്യുന്നത്. സർക്കാർ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതായി അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലർ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും ഇങ്ങനെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ശേഖരിക്കുന്ന ഡാറ്റ മാനേജ് ചെയ്യുന്നതായി കമ്പനിയെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. വ്യക്തിയുടെ വിവരങ്ങളും ഏറ്റവും സെൻസിറ്റീവ് എന്ന് കരുതപ്പെടുന്ന ഡാറ്റകളിൽ ഒന്നാണ് ആരോഗ്യ വിവരങ്ങൾ. വിവരാവകാശ നിയമം പോലും അത്തരം വിവരങ്ങൾ വ്യക്തികളുടെ അനുമതിയില്ലാതെ നൽകരുതെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് സ്പ്രിംഗ്ലർ എന്ന വിദേശ കമ്പനിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ഡാറ്റ സർക്കാർ തന്നെ ശേഖരിച്ച് നൽകുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയും പൗരന്മാരുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിലെ കുഴപ്പം മനസ്സിലാക്കി ചെന്നിത്തലയുടെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമായും 4 കാര്യങ്ങളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കോടതിയിൽ ഉന്നയിച്ചത്. ഒന്ന്, വ്യക്തിഗത ഡാറ്റ, അതും വളരെ സെൻസിറ്റീവായ ഹെൽത്ത് ഡാറ്റ ഒരു വിദേശ സ്വകാര്യ കമ്പനിക്ക് നൽകിയത് സ്വകാര്യത ലംഘനമാണ്. 2, ജനങ്ങളുടെ ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെയാണ് ഈ ഡാറ്റ ശേഖരിച്ചത്. 3, ആവശ്യമായ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കരാർ ഒപ്പിട്ടത്. ക്യാബിനറ്റിന്റെ അനുമതി പോലും ലഭ്യമായിരുന്നില്ല. ഇതിന് പിന്നിൽ വലിയ തട്ടിപ്പും അഴിമതിയും നടക്കാൻ സാധ്യതയുണ്ട്. 4, ഡാറ്റ ചോർച്ചയ്ക്കും ദുരുപയോഗത്തിനും വലിയ സാധ്യത നിലനിൽക്കുന്നു. 5, അതുകൊണ്ട് ഈ കരാർ റദ്ദാക്കുകയും ഡാറ്റ സർക്കാർ തിരിച്ചെടുക്കുകയും വേണം. രമേശ് ചെന്നിത്തല കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കേരളത്തിൽ ഈ വിഷയം വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നതിന്റെ പേരിൽ സർക്കാർ സംവിധാനം ആധാറിനെ വരെ എതിർത്ത ഇടതു പാർട്ടികൾ സ്വന്തം ഭരണത്തിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പൊളിറ്റിക്കൽ ധാർമ്മികത ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് സർക്കാർ അവസാനം 2 മാസത്തിനുള്ളിൽ സ്പ്രിംഗ്ലറുമായുള്ള കരാർ സ്വമേധയെ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതാണ് അന്ന് നടന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പോഴും ഈ പറയുന്ന പോലെ സൈബർ പോരാളികൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഏതൊരു വിഷയത്തിനും ഈ ഇടതുമുന്നണിയുടെ സൈബർ പോരാളികൾ എടുക്കുന്ന ഒരു പോരാളി ഷാജി എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അത്തരം നിലപാടാണ് കോടതി വിധി വന്നിട്ട് MP ഗോവിന്ദൻ എടുക്കുന്നത്. അതാണ് മനസ്സിലാകാത്തത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. രമേശ് ചെന്നിത്തലയുടെ പോരാട്ട വീര്യം തന്നെയാണ് കോടതിയിൽ നമ്മൾ കണ്ടത്. മുൻ പ്രതിപക്ഷ നേതാവും നിലവിലെ ഹരിപ്പാട് MLA-യുമായ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു പോരാട്ടം. കാരണം കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യത, കേരളത്തിലെ ജനങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തരുത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ, അല്ലെങ്കിൽ ഇത് കച്ചവടമാക്കരുത്, ആരോഗ്യ വിവരങ്ങൾ കച്ചവടമാക്കരുത് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല കോടതിക്കകത്തും പുറത്തും പാർട്ടിയും ഇത്തരത്തിൽ വലിയ പോരാട്ടം നടത്തിയത്. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും കേരളവും ജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. MP ഗോവിന്ദനെ പോലെയുള്ള പാർട്ടി സെക്രട്ടറിമാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കോടതിയിൽ യാതൊരു ഡാമേജും സംഭവിച്ചിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇത് വളരെ കൃത്യമായി അറിയാം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, ആരോഗ്യ വിവരങ്ങൾ അടക്കം ഇത്തരത്തിൽ കച്ചവടവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. കോടികളുടെ ഇടപാടായിരുന്നു ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കച്ചവടത്തിൽ നിന്നും സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നത്. കോടതിയിൽ പോലും ദയനീയമായി പരാജയപ്പെടുന്നു ഈ വിഷയത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.